ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ, ആ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ലാൻഡ് ഫോണിക്ക് ഒരു വിളി വന്നു. അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ വിളിക്കുന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ്, സ്കൂളിന്റെ മുന്നേ, ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞു, ആ സ്കൂളിന്റെ മുന്നിൽ നിന്നാണ് വിളിക്കണേ. ഇന്ന് ഉച്ചയ്ക്ക് കുട്ടികൾ ലഞ്ച് ബ്രേക്ക് കൂടുതൽ, പള്ളി പോകാനൊക്കെ സമയം കൂടുതലുണ്ടല്ലോ വെള്ളിയാഴ്ച, ആ സമയത്ത് കുട്ടികൾ പുറത്തേക്ക് പോവും. ഈ സമയത്ത് അവർക്ക് എന്തോ ഒരു മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി ഒരു ചങ്ങാതി അവിടെ വരുന്നുണ്ട്. ഒരു വണ്ടിയുടെ നമ്പർ പറഞ്ഞു, നിറം പറഞ്ഞു തന്നു. എന്നിട്ട് നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് പോയി. ഒരു 12 മണിയാകുമ്പോഴേ അവിടെ എത്തി. ഈ വേഷത്തിലൊന്നും അല്ല പോയത്. ഉസ്താദ് ഇരിക്കുമ്പോൾ പറയാം, ഞാനൊരു ഉസ്താദിൻ്റെ വേഷത്തിലാണ് പോയത്. ഒരു വെള്ളമുണ്ട്, ഒരു ഫുൾ കൈ ഷർട്ടൊക്കെ. ഇതേപോലല്ല, ഒരാളെ പിടിക്കാൻ വേണ്ടി വേഷം മാറുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, കാരണം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. ഇന്ന് എവിടെ കണ്ടാലും തിരിച്ചറിയും. അപ്പോൾ ഞാനൊരു ടവലൊക്കെ എടുത്ത് തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ട് ഒരു വെള്ളമുണ്ട കൊടുത്തൊരു ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാനും പോയിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ, ഞങ്ങളുടെ ആൾക്കാരുണ്ട്. അപ്പോൾ പോയി നിന്നു, 2 മണി വരെ നിന്നു. അപ്പോഴും ഈ വണ്ടിയൊന്നും വന്നില്ല. ഞങ്ങൾ മടങ്ങിപ്പോന്നു. അടുത്ത വെള്ളിയാഴ്ച രാവിലെ വീണ്ടും വിളിക്കുന്നു. ഈ വിളിക്കുന്ന ആൾ ആരാണ് എന്നൊന്നും ഞങ്ങൾ അറിയില്ല. കാരണം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരാൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഫോണിലേക്ക് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് ആരാണെന്നൊന്നും ഞങ്ങൾ ചോദിക്കില്ല. ഇനി ചോദിച്ചാൽ തന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരിക്കലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു പറയുന്ന പരാതികൾ അവിടെ നിന്ന് ലീക്കായി പോവും എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വിളിക്കാം. നമ്പറൊക്കെ ഞാൻ പറഞ്ഞു തരാം. കാരണം ഈ ചുറ്റുപാടുകളിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും, നമ്മുടെ സ്ഥലത്തൊരു പുതിയ ഒരു താമസക്കാർ വന്നു, അല്ലെങ്കിൽ പഴയ താമസക്കാരനെ ആരെങ്കിലും ഈ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ഏതെങ്കിലും ഒരാൾ ഈ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ആ അയാളും കൂടി കരുതണം. ഇത് ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ ഞാനും കൂടി ശ്രമിച്ചാലേ പറ്റൂ എന്ന് അവർക്കൊരു തോന്നൽ വേണം. ഇത് എന്നെ ബാധിക്കൂല, ഞാനെന്തിനാ റിസ്ക് എടുക്കണ് എന്നൊന്നും ആരും ചിന്തിക്കരുത്. അതിനുള്ള നമ്പറുകൾ ഞാൻ പറഞ്ഞുതരാം. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്യുക. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും പുറത്തു പോവില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആരോടും പറയരുത്. വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് പറയും, പിന്നെ പെണ്ണുങ്ങളോട് പറയും, എടീ ഓൻ്റെ കാര്യം ഇന്ന് തീരുമാനമാവും, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആരുടെ കാര്യം? മോനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ? ആരോടും പറയണ്ടട്ടാ പറയും. മൂപ്പത്തിയാരിങ്ങനെ അപ്പുറത്ത് വെള്ളം കോരാൻ പോകുമ്പോഴാണ് ഇത് മനസ്സിൽ നിൽക്കണില്ല. നബീസാത്ത പിന്നെ നിങ്ങളാരോടും പറയണ്ടട്ടാ, മറ്റവന്റെ കാര്യം എൻ്റെ മൂപ്പര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തട്ടിമുട്ടി റൗണ്ട് അടിച്ച് മൂപ്പര് ചെവിയിലെത്തിയിട്ട് അവസാനം എക്സൈസ് എന്ന് ചോർന്നു എന്ന് പറയേണ്ട, ഒരിക്കലും ചോരില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. നമ്പർ പറഞ്ഞു തരാം. നമ്മുടെ മലപ്പുറത്തെ കൺട്രോൾ റൂം നമ്പർ 0483 273 48 86. കേട്ടോളൂ, 0483 273 48 86. 24 മണിക്കൂറും അതെടുക്കാൻ ഒരു ഓഫീസർ അത് അവിടെ ഇരിക്കും. അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അത് കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുക്കണം. പരമാവധി കൃത്യത നമ്മളതിൽ വരുത്തണം. എന്നിട്ട് അതിന് നടപടി ഉണ്ടാവും, യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പറയാൻ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നുകൂടി നിങ്ങളൊന്ന് വരണം, കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ വന്നിട്ടുണ്ട്, ഇന്നുകൂടി വരണം. ഞങ്ങൾ പോയി അവിടെ കാത്തു നിന്നു. കൃത്യം ഒരു മണി സമയമായപ്പോഴേക്ക് ഇതാ ആ ബൈക്ക് കയറി വരുന്നു. ആ ബൈക്ക് കയറി വരുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ, സാർ ആയിക്കോട്ടെ, സാറിന് തിരക്കുണ്ട്, കണ്ടു സാറ് പോകണം, കുഴപ്പമില്ല സാർ, എന്തായാലും സന്തോഷമുണ്ട് സാറിന്റെ കൂടെ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിൽ. ഓക്കെ സാർ. അപ്പോൾ ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് വണ്ടി വന്നു. ഞങ്ങൾ സിഗ്നൽ കൊടുത്തു, 4 സൈഡിൽ നിന്ന് ഞങ്ങൾ ഓടി വന്നു. ഈ വണ്ടി നിർത്തിയ പാടെ കയറി ചെന്ന് അതിന് കീ ഊരി ആളെ ഇറക്കി പരിശോധിച്ചു. അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് മയക്കുമരുന്ന് കിട്ടി. അതിന്റെ പേരൊന്നും ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. ഇവിടെ ചെറിയ കുട്ടികൾ ഇരിക്കുന്നത് കൊണ്ട് ഈ പേരുകൾ പരസ്യമാക്കണ്ട എന്ന് കൃത്യമായിട്ടൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് പറയുന്നില്ല. ഒരു മയക്കുമരുന്ന് കിട്ടി. ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയോ? ഈ മരുന്നൊക്കെ തപ്പിയെടുക്കും. എവിടേക്കോ ഒളിപ്പിച്ച് വെക്കാമെന്നും പറയാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ ഞാൻ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല, പല സ്ഥലത്തും ഒളിപ്പിച്ച് വെക്കും. അതൊന്നും മൈക്കിലൂടെ പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ തപ്പിയെടുക്കും. അതൊക്കെ ഞങ്ങളെ പണിയാണ്. എന്തായാലും അതെടുക്കും. ഒരു 10 മിനിറ്റ് ഇയാളോട് സംസാരിക്കും, ഫോണൊക്കെ വാങ്ങി മാറ്റി വെക്കും. പിന്നെ അയാളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഞങ്ങൾ ചിലപ്പോൾ എടുക്കും. അവന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കും. ഞങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യും. അതൊരു ഫോൺ വരുമ്പോൾ ഞങ്ങൾ ശബ്ദം മാറ്റിയിട്ട് എടുക്കണ മാതിരി എടുക്കും. കുറച്ച് മിമിക്രിക്കാരൊക്കെ എക്സൈസിലുണ്ട്. അതുകൊണ്ട് അന്ന് വന്നപ്പോൾ ആദ്യത്തെ ഒരു വിളി വന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു സാറാ ഫോൺ എടുക്കുന്നുണ്ട്. അയാൾ ചോദിച്ചു, എന്തേ? അപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ എവിടെ ഉള്ളത്? ഞങ്ങൾ ഇവിടെ കണ്ട്. എന്തേ? ഞാൻ വരട്ടെ, ലേശം സാധനം കിട്ടുമോ?
അപ്പോൾ ഈ സാർ അങ്ങോട്ട് മറുപടി പറഞ്ഞു, അല്ല ചങ്ങായി ഇങ്ങോട്ട് വരണ്ട, പുതിയൊരു SI വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം കേട്ടോ. ഒരു പുതിയ SI വന്നിട്ടുണ്ട്, ആ പഹയനെ കൊണ്ട് യാതൊരു സ്വൈര്യവും ഇല്ല, എവിടൊക്കെ വേഷന്മാർ നിൽക്കണമെന്ന് പറയാൻ പറ്റൂല. ഈ പഹയൻ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്, അല്ലാതെ അപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്യില്ലല്ലോ നമ്മൾ. ഇത് പറയുമ്പോൾ ഇവനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അജ്ജി ഒരു കാര്യം ചെയ്തു, വെച്ചാൽ അപ്പുറത്ത് ആ ബസ് സ്റ്റോപ്പിൽ, ആ മൂടാല് ബസ് സ്റ്റോപ്പിൽ അവിടെ പോയി നിന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നു. നല്ല തിരക്കുള്ള സമയമാണ്, നല്ല വലിയ ലോറികളുണ്ട്, ബസ്സുകളുണ്ട്. അതിന്റെ ഇടതുഭാഗത്ത് കൂടെ ഇങ്ങനെ പരത്തി ഇങ്ങനെ പെട്ടപ്പിച്ചുകൊണ്ട് ഒരു ബൈക്ക് വരുന്നു. ആ ബൈക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തു, റൈറ്റ് കട്ട് ചെയ്തു. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, സുമുഖനായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ഫോൺ എടുക്കുന്നു, ആരെയോ വിളിക്കുന്നു. വിളിച്ചപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ഞങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്. ഈ ഫോൺ അങ്ങനെ ആരെയോ വിളിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫോണാണ് അടിക്കണേ. അപ്പോൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, നേരത്തെ വിളിച്ച ആളാണ്. പിടിച്ചു, നേരെ ഞങ്ങളുടെ ഓഫീസ് കൊണ്ടുവന്നു. നല്ല ചെറുപ്പക്കാരനാണ്, സുമുഖനാണ്, കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് ഞാനങ്ങനെ പരസ്യമായിട്ടൊന്നും പറയുന്നില്ല, അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അത് പറയാം. കൊണ്ടുവന്നു. അടുത്ത കോള് വന്നു. അപ്പോഴേക്കും അടുത്ത കോള്, അതായത് തുരുതുരാ വിളികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഫോൺ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ് ഒരു സാറ്. ആ സാർ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അടുത്ത കോള് വരുന്നു, അടുത്ത സ്ഥലം പറയുന്നു, അടുത്ത ആളെ കൊണ്ടുവരുന്നു. കേട്ടോളൂ, ആദ്യത്തെ 2-2.5 മണിക്കൂറിനുള്ളിൽ 22 വിളികളാണ് അവന്റെ ഫോണിലേക്ക് വന്നേ. ഈ 22 വിളികളിൽ ഒരു സ്ത്രീ വിളിച്ചു. കേട്ടോളൂ, സ്ത്രീകളും ഇതിന്റെ കാരിയേഴ്സ് ആയിട്ടുണ്ട്. പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് പുതിയൊരു കേസ് കിട്ടും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഈ ഫോൺ എടുത്തു. ഈ സ്ത്രീ ചിലപ്പോൾ ഈ സാധനം കടത്തിക്കൊണ്ടുവരുന്ന ആളായിരിക്കാം. അപ്പൊ ഞങ്ങളിങ്ങനെ എവിടെ എത്തി എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങുക, അത് വേണ്ട അവിടെ ഇറങ്ങണ്ട, ഇപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥലം പറഞ്ഞു കൊടുത്ത് നേരിട്ട് പോയിട്ട് പൊക്കി ഇങ്ങനെ എടുക്കാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഫോൺ എടുത്തു. പക്ഷെ ആ വിളിച്ചത് ഈ പിടിച്ചു കൊണ്ടുവന്ന ആളുടെ ഭാര്യയായിരുന്നു. അത് ആയിരുന്നു. പക്ഷെ കേട്ടോളൂ, സ്ത്രീകൾ പോലും അടിമപ്പെടുന്നു, പെൺകുട്ടികൾ പോലും അടിമപ്പെടുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് തിക്തഫലങ്ങൾ ഏറ്റവും അനുഭവിക്കുന്നത് സ്ത്രീകളാണ്, അല്ലെ? വീട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്, അല്ലെ? ഒന്നുകിൽ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് ലക്ക് കെട്ട് വന്നിട്ട് സ്വന്തം അമ്മയെ അടിക്കുന്നതും ഇടിക്കുന്നതും കണ്ട് വളരേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി, ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നും അമ്മയെ അടിക്കുന്നത് കാണുകയാണ്, അല്ലെങ്കിൽ എന്നും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു ഭാര്യ. ഇതുമല്ലെങ്കിൽ എന്ന് നാടിനും നാട്ടാർക്കും ഒക്കെ ശല്യമായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു മകൻ എനിക്കുണ്ടായി, പടച്ചോനെ ദൈവമേ, എങ്ങനെ എനിക്കിങ്ങനെ ഒരു മകൻ എൻ്റെ വയറിൽ തന്നെ, എൻ്റെ ഉദരത്തിൽ തന്നെ അവൻ വന്ന് പിറന്നല്ലോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട അമ്മ. ഈ 3 ഘട്ടത്തിലും പെടാതെ ഒരു പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ ജീവിതകാലം കഴിച്ചു കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. യാതൊരു ലഹരിക്കും അടിമപ്പെടാത്ത ഒരു അച്ഛനെ അല്ലെങ്കിൽ ഒരു ഉപ്പയെ കിട്ടുക, അല്ലെങ്കിൽ യാതൊരു ലഹരിക്കും അടിമപ്പെടാത്ത ഒരു ഭർത്താവിനെ കിട്ടുക, യാതൊരു ലഹരിക്കും അടിമപ്പെടാത്ത ഒരു മകനെ അല്ലെങ്കിൽ മകളെ കിട്ടുക, ഇതൊരു ഭാഗ്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ശക്തമായ ഒരു ഉപരോധം വരുന്നത് സ്ത്രീകളുടെ ഭാഗത്തുനിന്നായിരുന്നു, അല്ലേ? ഉപരോധം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലക്കാർഡുകളുമായിട്ട് സമരം ചെയ്ത് കളക്ടറേറ്റിന്റെ മുന്നിൽ പോയി സമരം ചെയ്തു എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറയണേ. ആ ഉപരോധത്തിന്റെ വഴിയുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കൾ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ പറയാലോ, കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു മദ്യപാന സദസ്സൊക്കെ നടക്കുകയാണ്. അപ്പൊ ഈ കാര്യത്തില് ഞാൻ മദ്യപാനത്തിന് കണ്ട ആകെ ഒരു ഗുണം അതാട്ടോ, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, എന്നാലും പറയാം, നെഗറ്റീവായിട്ട് എടുക്കരുത്. ഭയങ്കര സഹകരണമാവും. അവിടെ ജാതി മതമൊന്നുമില്ല, അല്ലേ ഉസ്താദ്? അല്ലേ? അവിടെ ഭയങ്കര സഹകരണ. അത് വലിയ, അവിടെ ജാതി മതം ആരൊന്നുമില്ല. ഒരു മദ്യപാന സദസ്സ് നടക്കുകയാണ്, അത് കൂടെ ഒരാൾ നടന്ന് വേണ്ട അടിക്കുന്ന ആളായിക്കൂടെ നടന്നു പോവാണെങ്കിൽ ഡാടാ വാടാ ഒരെണ്ണം ഒഴിക്ക വാ. ചിലവര് വാച്ചിലേക്ക് വെക്കും, അയ്യോ 4 മണിയായി, വൈകുന്നേരം 4 മണിയായി, വേണ്ട. അതെന്തേ? ഇപ്പൊ കുടിച്ചാലേ വീട്ടിലെത്തുമ്പോഴേക്ക് മണം പോവില്ല. മണം പോയില്ലെങ്കിൽ എന്താ? എന്റെ പെണ്ണുങ്ങൾ വലിയ പ്രശ്നമാടോ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഭാര്യനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, എന്റെ പെണ്ണുങ്ങൾ ഭയങ്കര പ്രശ്നമാടോ, ഓളെ സ്വൈരക്കേട് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് വേണ്ട എന്ന് പറയും ചിലവര്. വേറെ ചിലര് പറയും, ഇങ്ങനെ വിളിച്ചാല് പിന്നെ വാച്ചിലൊക്കെ വേണ്ടെന്ന് പറയുമ്പോ, ആ ഭാര്യ വലിയ പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കുമ്പോ, ഭാര്യ എന്ത് പ്രശ്നം, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പലരും പല മനോഭാവക്കാരാണല്ലോ. ഭാര്യ അങ്ങനെയല്ല, ഭാര്യ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അവിടെ ഉണ്ടാവും, അതല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ മോള് ഞാൻ കുടിച്ചിട്ട് കയറി വരുമ്പോൾ, എൻ്റെ പടി കയറി വരുമ്പോഴേക്ക് അവൾക്കറിയാം, എൻ്റെ മോൾക്കറിയാം ഞാൻ കുടിച്ചിട്ടാ വരണേ എന്നുള്ളത്. അവൾക്കത് വല്ലാത്ത സങ്കടമാണ്. എൻ്റെ മോളുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ, അത് കേൾക്കാൻ വയ്യ.
അങ്ങനെ പറയുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭാര്യയുടെ സ്വൈരക്കേട്, ഞാൻ പറഞ്ഞ സ്വൈരക്കേടല്ല, അയാൾ പറഞ്ഞ ആ സ്വൈരക്കേടായാലും ഈ മകളുടെ സങ്കടമായാലും ഇതിനെതിരെയുള്ള ശക്തമായൊരു പ്രതിരോധമാണ്, ഉപരോധമാണ്. അതുകൊണ്ട് കുറച്ച് നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ ശക്തമായ മനോഭാവത്തിന് ഒരു മൃദു സമീപനം വരുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഒരു മൃദു സമീപനം ലഹരിയോടും മദ്യപാനത്തോടും വരുന്നു എന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്.